വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്ന് എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. പശ്ചിമേഷ്യ വീണ്ടും കത്താനൊരുങ്ങുന്നു. ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഉറപ്പിച്ചിരിക്കുന്നു. ഏതു നിമിഷവും ഇസ്രായേൽ ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചേക്കാം. ഇസ്രായേൽ അതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആക്രമണത്തെ വിപുലമാക്കുന്നതിനും അതിന് ശക്തി പകരുന്നതിനും വേണ്ടി അമേരിക്ക മേഖലയിലുള്ള പൗരന്മാരെയും നയതന്ത്ര പ്രതിനിധികളെയും യുദ്ധകാലാടിസ്ഥാനത്തിൽ പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം പലയിടങ്ങളിൽ നിന്നും അമേരിക്കൻ സൈന്യത്തെയും അമേരിക്ക ഭാഗികമായി പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ആദ്യം ആക്രമിക്കുക അമേരിക്കൻ മിലിറ്ററി ബേസുകളെയും അമേരിക്കൻ സൈന്യത്തെയുമായിരിക്കും. അത് ഇറാൻ പലകുറി ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. അമേരിക്ക ഒരേ സമയം ഇറാനുമായി ആണവ ചർച്ചകൾ നടത്തുകയും അതേസമയം രഹസ്യമായി ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ആക്രമിപ്പിക്കുകയും ചെയ്യുക എന്ന കൗശലക്കാരനായ കുറുക്കന്റെ തന്ത്രമാണ് പയറ്റുന്നത്. മാധ്യമങ്ങളെല്ലാം തന്നെ അമേരിക്കയും ഇസ്രായേലും അകന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും അമേരിക്ക രഹസ്യമായി ഇസ്രായേലിനെ പരിപോഷിപ്പിക്കുകയും ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെ പരസ്യമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു. അമേരിക്കൻ പ്രസിഡന്റ് പശ്ചിമേഷ്യയിൽ പര്യടനം നടത്തിയപ്പോൾ പ്രദേശത്തെ പ്രധാന അറബ് രാജ്യങ്ങൾ സന്ദർശിക്കുകയും ഇസ്രായേൽ സന്ദർശിക്കാതെ തിരിച്ചു വരികയും ചെയ്തപ്പോൾ അതും വലിയ വാർത്തയാക്കി മാറ്റിയിരുന്നു മാധ്യമങ്ങൾ. അത് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ചങ്ങാത്തം ഇല്ലാതാകുന്നതിന് സൂചനയാണെന്ന് വരെ സൂചിപ്പിച്ചിരുന്നു മാധ്യമങ്ങൾ. ഇങ്ങനെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അകൽച്ച പറഞ്ഞു നടക്കുന്നതിനിടയിലാണ് ഐക്യരാഷ്ട്രസഭയിൽ ഗസൻ വിഷയത്തിൽ ഗസയിലെ അതിക്രമങ്ങൾക്ക് എതിരെ ഒരു പ്രമേയം, ഇസ്രായേലിനെതിരെയുള്ള ഒരു പ്രമേയം വരുന്നതും അമേരിക്ക അതിനെ വീറ്റോ ചെയ്ത് ഇല്ലാതാക്കുന്നതും. അമേരിക്ക ഗസൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് പറയുന്നു. ഇസ്രായേൽ അതനുസരിക്കാതെ മാറി നിൽക്കുന്നു. ഗസൻ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക മുൻകൈയെടുത്ത് വെടിനിർത്തൽ കരാർ കൊണ്ടുവരുന്നു. ഇസ്രായേൽ ആ കരാറിനെ എതിരെ മുഖം തിരിച്ച് മാറി നിൽക്കുന്നു. ലോകത്തിലെ സൂപ്പർ പവർ എന്ന് വിശേഷിപ്പിക്കുന്നത് അമേരിക്കയെയാണ്. എന്നിട്ടും അമേരിക്ക പറയുന്നത് അനുസരിക്കാതെ ഇസ്രായേൽ പൂർവാധികം ശക്തിയോടെ എല്ലാ തമ്മാടിത്തരവും ചെയ്യുന്നു. മേഖലയിലെ എല്ലാ രാജ്യങ്ങളെയും ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്ക പുതിയ സിറിയൻ ഭരണകൂടത്തെ അംഗീകരിക്കുന്നു, കരാറുകളിലെത്തുന്നു. അമേരിക്ക ഹൂത്തികളുമായി കരാറുകളിലെത്തുകയും വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പക്ഷെ അതേസമയം ഇസ്രായേൽ ഈ രണ്ട് രാജ്യങ്ങളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്ക പുതിയ ന്യൂക്ലിയർ കരാറുണ്ടാക്കാൻ ഇറാനെ തേടി അങ്ങോട്ട് ചെല്ലുന്നു. 5 ചർച്ചകൾ മധ്യസ്ഥ രാജ്യങ്ങളുടെ സഹായത്തോടെ ഭംഗിയായി നടക്കുന്നു. 6ാമത് ചർച്ച വീണ്ടും നടക്കാനിരിക്കെ ഇതിനിടയിൽ അമേരിക്കയുടെ വലങ്കൈയായ ഇസ്രായേൽ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഏതു നിമിഷവും അത് സംഭവിച്ചേക്കാമെന്ന് അമേരിക്കക്ക് ഉറപ്പ് കിട്ടിയിരിക്കുന്നു. എന്നിട്ടും അമേരിക്ക കാഴ്ചക്കാരനായി നോക്കി നിൽക്കുന്നു. ഇസ്രായേലിന് അമേരിക്കയ്ക്ക് മുകളിൽ ഒരു സൂപ്പർ പവറായി മാറാൻ അനുവാദം നൽകി കാത്തിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ. എന്നിട്ടും ലോകമാധ്യമങ്ങൾ പറയുന്നു അമേരിക്കയും ഇസ്രായേലും തമ്മിൽ കൂടുതൽ അഭിപ്രായ വ്യത്യാസത്തിലും അകൽച്ചയിലുമാണ്. ആരെയാണ് അമേരിക്കയും മാധ്യമങ്ങളും വിട്ടികളാക്കുന്നത് എന്നറിയില്ല. അമേരിക്ക പറഞ്ഞാൽ അനുസരിക്കാതെ ഇസ്രായേൽ എങ്ങനെയാണ് വീണ്ടും ശക്തരാവുന്നതും അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്നതും. ഇപ്പോൾ ഇതാ അമേരിക്കയുടെ വാക്കുകൾ വിലവെക്കാതെ ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ. മേഖലയിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളുടെ ശത്രുവായ ഞങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുള്ള ഇറാനെ ആക്രമിച്ച് തകർക്കുക തന്നെ ചെയ്യുമെന്ന ഭാഷയിലാണ് ഇസ്രായേൽ. ഇപ്പോൾ ഇതാ ഇറാന്റെ ആണവ നിലയങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ ഭാഗമായാണ് അമേരിക്ക പശ്ചിമേഷ്യയിൽ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹ്റൈൻ, കുവൈത്ത്, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്ന്, ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക തങ്ങളുടെ പൗരന്മാരെയും നയതന്ത്ര പ്രതിനിധികളെയും സൈന്യത്തെയും പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സാഹചര്യം അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് നിരീക്ഷണത്തിന്റെ സാഹചര്യം അത്ര തന്നെ പന്തിയല്ലെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരുക്കപ്പെട്ട നടപടികളെല്ലാം തന്നെ. ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചാൽ ഏറ്റവും പ്രശ്നബാധിത മേഖലയായിരിക്കുക പശ്ചിമേഷ്യ തന്നെയായിരിക്കും. ഇറാൻ ഏറ്റവും ആദ്യം ആക്രമിക്കുക അമേരിക്കൻ ബേസുകളെയുമായിരിക്കും. അതും ഇറാഖിലെ അമേരിക്കൻ ബേസുകളെയായിരിക്കും ആദ്യം ആക്രമിക്കുക. ഈ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയുടെ നടപടികൾ ഇപ്പോൾ.
ഇറാഖിലെ അമേരിക്കൻ എംബസി അമേരിക്ക ഭാഗികമായി ഒഴിപ്പിച്ചു കഴിഞ്ഞു. ആവശ്യമില്ലാത്ത എല്ലാ ഉദ്യോഗസ്ഥരോടും മാറാൻ അമേരിക്ക ഉത്തരവിട്ടിരിക്കുന്നു. ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ അയൽരാജ്യമായ ഇറാഖിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയായിരിക്കും ഇറാന്റെ ആക്രമണം ഉണ്ടാവുകയെന്ന അമേരിക്കൻ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരുക്കപ്പെട്ട നടപടികളെല്ലാം തന്നെ. ഇറാഖിൽ അമേരിക്കൻ സൈനികരും അല്ലാത്തവരുമായി 3000-ലധികം ജീവനക്കാരുണ്ട്. ഇതിൽ 2500-ലധികം സൈനികർ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാഖിൽ നിന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥരോടും സൈന്യത്തോടും അല്ലാത്തവരോടും ഒക്കെ അമേരിക്ക ഓടിപ്പോരാൻ പറയുന്നുവെങ്കിൽ കാര്യത്തിന് അത്രമാത്രം ഗൗരവമുണ്ടെന്നാണ് അതിനർത്ഥം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിൽ 1 മണിക്കൂറിനടുത്ത് ഫോണിൽ സംസാരിച്ചതും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തന്നെയായിരുന്നു. ഇറാനെ ആക്രമിക്കരുതെന്ന അമേരിക്കൻ ആവശ്യം മുഖവിലക്കെടുക്കാൻ കഴിയില്ലെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ധിക്കാരത്തിന് മുമ്പിൽ ഫോൺ കട്ട് ചെയ്ത് പിൻവാങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ചെയ്തതെന്നാണ് മാധ്യമലോകം പറയുന്നത്. അത് പറയുമ്പോൾ അത്രയും ദുർബലമായോ ഇസ്രായേൽ മുന്നിൽ അമേരിക്ക എന്ന ചോദ്യം ബാക്കി വരുന്നുണ്ട്. അതിനിടെ ഗസയിലെ ഇസ്രായേൽ അമേരിക്കൻ ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഹമാസ് ആക്രമണം നടത്തിയതായി അറിയുന്നു. ആക്രമണത്തിൽ 5 പേർ മരിച്ചതായും നിരവധി പേർക്ക് പരിക്കുപറ്റിയതായും റിപ്പോർട്ടുണ്ട്. ഭക്ഷ്യവിതരണത്തിന്റെ പേരിൽ നിരവധി പേരെയാണ് അമേരിക്കൻ ഇസ്രായേൽ കരാറുകാർ കൊന്നുകളഞ്ഞത്. അതിന് പ്രതികാരം എന്നോണമാണ് ഹമാസ് ഈ അമേരിക്കൻ കരാറുകാർക്ക് നേരെ ആക്രമണം നടത്തിയത്.